വിധി എഴുതുകയാണ്. ഇനി 1.5 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയം പൂർത്തിയാകാനായി. 14ാം നിയമസഭയിൽ ആരായിരിക്കും നമ്മളെ ഭരിക്കുക എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോളിംഗ് പെർസെന്റേജ് 66.06% എത്തി നിൽക്കുന്നു. പല ഭാഗങ്ങളിലും കനത്ത പോളിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ മഴ കാരണം പല ഭാഗത്തും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. വടക്കൻ ജില്ലകളിലാണ് കനത്ത പോളിംഗ് അനുഭവപ്പെട്ടത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിക്ക് ശേഷം ഇങ്ങോട്ട് പോളിംഗ് പെർസെന്റേജ് പലയിടത്തും കൂടുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ഉള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളും മറ്റ് സാമൂഹിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. 2.5 മാസം നീണ്ടുനിന്ന വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒക്കെ ഒടുവിൽ കൂടുതൽ ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോയിരുന്നു. ഏതായാലും ഈ വലിയ ഒരു വേനലിന്റെ ശമിപ്പിച്ചുകൊണ്ട് വലിയൊരു മഴയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആയപ്പോൾ. ആ ഒരു മഴയുടെ ആ ഒരു അവസ്ഥ തന്നെ ഒരുപക്ഷെ വലിയ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ടാകുമെന്നാണ് സൗമ്യ ഞാൻ പറഞ്ഞ പോലെ. കാരണം മറ്റു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നാഷണൽ മീഡിയാസ് പോലും വളരെ സാഗൂതം ശ്രദ്ധിക്കുന്നതാണ് ഇത്തവണത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. കാരണം മറ്റു മേഖലകളിൽ 5 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അതിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ അവർ കാണുന്നുണ്ട്. കാരണം ഈ വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കേരളത്തിൽ വന്നാണ് ഈ ദേശീയ നേതാക്കൾ മറുപടി പറഞ്ഞത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ വികാരഭരിതയായി സോണിയ കരഞ്ഞുകൊണ്ട് കേരളത്തിൽ മറുപടി പറഞ്ഞു. ഇത് നാഷണൽ മീഡിയാസ് ഒക്കെ വളരെ വലിയ തരത്തിൽ വാർത്തയാക്കിയിരുന്നു. അതിനുമപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലൊന്നും ഇതുവരെ കാണാത്ത തരത്തിലുള്ള അഴിമതിയുടെ വലിയ ആരോപണങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് അത്തരത്തിലും തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും. അതുകൊണ്ട് തന്നെയാണ് സുപ്രധാനമാകുന്നത്. പിന്നെ ഒപ്പം BJPയുടെ സാന്നിധ്യവും ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ. മലപ്പുറത്തുള്ള വിവരങ്ങളുമായി സാലിഹ് നമ്മോടൊപ്പം ചേർന്നുണ്ട്. എങ്ങനെയാണ് മലപ്പുറത്ത് പൊതുവിൽ ഇപ്പോൾ ഉള്ള ഒരു പെർസെന്റേജ് എങ്ങനെയാണ്? പൊതുവിൽ ഇപ്പോഴത്തെ ഒരു തിരക്ക് സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഈ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടോ സാലിഹ്? സൗമ്യ, മലപ്പുറത്ത് 64% ഇപ്പോൾ പോളിംഗ് ശതമാനം നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം താരതമ്യേന പോളിംഗ് ബൂത്തുകളിലെല്ലാം തിരക്ക് കുറവാണ്. ഉച്ചയ്ക്ക് 1 മണിവരെ നല്ല തിരക്ക് ഓരോ ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. LDFന് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെയാണ് മലപ്പുറത്തെ പോളിംഗ് ശതമാനവും. കുറഞ്ഞ പോളിംഗ് ശതമാനം പൊതുവെ യാഥാസ്ഥിക മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ളവരെല്ലാം പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കുന്നത് LDFന് അനുകൂലമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ്. വലിയ മത്സരം നടക്കുന്ന 5 മണ്ഡലങ്ങൾ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട്. താനൂരും പെരിന്തൽമണ്ണയും നിലമ്പൂരും തിരൂരങ്ങാടിയുമെല്ലാം കനത്ത മത്സരം നടക്കുന്നു എന്നത് തന്നെയാണ് മലപ്പുറത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ഒരു പ്രത്യേകത. പോളിംഗ് വീടുകളിൽ കയറി വോട്ട് പോലും ചോദിക്കാതിരുന്ന ഒരു കാലഘട്ടം ഇവിടെ UDFനുണ്ടായിരുന്നു, മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. സംസ്ഥാനത്തെ പതിവ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും പൊതുവേ മലപ്പുറത്ത് വിഷയമാവാറില്ല, തെരഞ്ഞെടുപ്പ് ചർച്ചയാവാറില്ല. എന്നാൽ ഇത്തവണ അതെല്ലാം മാറി വലിയ ആവേശം, വീറും വാശിയും എല്ലാം പ്രചാരണ ദിനങ്ങളിലെല്ലാം കണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം രാവിലെ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. താനൂരാണ് മലപ്പുറം ജില്ലയിൽ കടുത്ത മത്സരം നടക്കുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയും V അബ്ദുറഹ്മാനും തമ്മിൽ മത്സരം നടക്കുന്ന മലപ്പുറം തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മണ്ഡലം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനവും ഉള്ളത്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം മഞ്ഞളാംകുഴിയിലെ MLA മത്സരിക്കുന്ന LDFന് വേണ്ടി V ശശികുമാർ മത്സരിക്കുന്ന പെരിന്തൽമണ്ണയിലാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം മണ്ഡലത്തിലും പോളിംഗ് ശതമാനം വളരെ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് UDFന് ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന 2 സീറ്റ് മിനിമം 6 സീറ്റെങ്കിലും ആവുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും LDF കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളാണ് സാലിഹ് നൽകിയത്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി നമ്മോടൊപ്പം അനൂപ് KR കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഒരുപക്ഷെ 3 മണ്ഡലങ്ങളെ ഉള്ളുവെങ്കിലും വളരെ ശക്തമായ പോരാട്ടങ്ങളുടെ സാധ്യതകളാണ് ഈ 3 മണ്ഡലങ്ങളിലും ഒരുങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് JDUവിന്റെ മുനയൊടിക്കാനായി ഇടതുപക്ഷം ജനകീയനായ CK ശശീന്ദ്രനെ ഇറക്കിയിരിക്കുന്നു. ഒപ്പം ബത്തേരിയിൽ ജാനുവിന്റെ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പൊതുവായ ഒരു പെർസെന്റേജിന്റെ കണക്കുകൾ കൂടി വെച്ച് പരിശോധിച്ചാൽ അനൂപ്.
തീർച്ചയായും സൗമ്യ, നമുക്കറിയാം തോട്ടം മേഖലയിലും ആദിവാസി ന്യൂനപക്ഷ മേഖലകളിലുമെല്ലാം വലിയ പോളിംഗാണ് തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ദൃശ്യമാകുന്നത്. നമുക്കറിയാം വയനാട്ടിൽ വലിയ ശക്തമായ മത്സരമാണ് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും ഉൾപ്പെടെ നടക്കുന്നത്. ബത്തേരിയിൽ NDA കാൻഡിഡേറ്റ് CK ജാനു മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇവിടെ വലിയ തോതിലൊരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത, ത്രികോണ മത്സരം നടക്കുന്നുവെന്ന പ്രതീതി ഉണർത്താൻ ഏതായാലും അതോടൊപ്പം തന്നെ കൽപ്പറ്റയിൽ CK MP ശ്രേയാംസ്കുമാർ മത്സരിക്കുന്നുണ്ട്. ഇവിടെ വലിയ ശക്തമായ മത്സരം പൊതുവെ വയനാട്ടിൽ UDF മണ്ഡലം വയനാട്ടിൽ ശക്തമായ മത്സരം. യെസ്, ഏതായാലും വയനാട്ടിലും ശക്തമായ മത്സരങ്ങൾ തന്നെ നടക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇതുവരെയുള്ള ഒരു പെർസെൻറ്റേജിന്റെ കണക്കുകളും അങ്ങനെയാണ്. 65% പോളിംഗ് പെർസെൻറ്റേജ്. പ്രത്യേകിച്ച് തോട്ടം മേഖലയിലൊക്കെ തന്നെയും സമീപകാലത്തൊക്കെ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ നടന്ന മേഖലകളിലൊക്കെ തന്നെയും എങ്ങനെയായിരിക്കും ജനങ്ങളുടെ ഒരു സമീപനം തെരഞ്ഞെടുപ്പിനോട് എന്നതനുസരിച്ചൊക്കെ ഇരിക്കും അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ്. സൊമാലിയ പരാമർശത്തിന്റെ നിദാനമായ സാഹചര്യങ്ങൾ അരങ്ങേറിയെന്ന് അവർ അവകാശപ്പെടുന്നത് പോലും ഈ മേഖലകളിൽ നിന്ന് കൂടിയാണ് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ അതും കൂടി പരിഗണിക്കേണ്ടതാണ്. അട്ടപ്പാടി അടക്കമുള്ള മേഖലകൾ, പിന്നെ ഈ സൂചിപ്പിച്ചതുപോലെ തോട്ടം മേഖലകളിൽ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒക്കെ വിധി നിർണ്ണയിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. താരതമ്യേന നോർമൽ പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഉള്ളത് എന്ന് തോന്നുന്നു നിലവിൽ വയനാട്ടിൽ, ആണോ? നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ഇനിയുള്ള മണിക്കൂർ, അതായത് 1 മണിക്കൂറിന് മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആൾക്കാർ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള സാഹചര്യം, കാരണം പൊതുവിലുള്ളൊരു ട്രെൻഡ് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുമെന്നുള്ളൊരു കണക്കാണ് ഉള്ളത്. അതനുസരിച്ചുള്ളൊരു സാഹചര്യവും വയനാട്ടിൽ ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നമുക്ക് വളരെ വേഗം മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് ഒക്കെ കൂടി എത്താം. 14ാം നിയമസഭയിലേക്ക് ആരെത്തും, ആര് നമ്മളെ ഭരിക്കും എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ദിവസമാണ് ഇന്ന്. പോളിംഗ് പെർസെൻറ്റേജ് ഇതുവരെയുള്ള പെർസെൻറ്റേജ് പ്രകാരം 66.06%. അത്രയും പേരാണ് ഇതുവരെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുള്ളത്. ഇനി 1.5 മണിക്കൂർ തികച്ചില്ല, 1.25 മണിക്കൂറാണ് ഉള്ളത്. 4:35 കൃത്യമായിട്ടുണ്ട്. 1.5 മണിക്കൂർ തികച്ചില്ല എന്ന് തന്നെ പറയാം. ആര് ഏത് തരത്തിൽ എങ്ങനെയാണ് ട്രെൻഡ് എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം കൂടി ലഭിക്കാൻ പക്ഷേ വലിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീരദേശ മേഖല, ഗ്രാമമേഖല ഒക്കെ കേന്ദ്രീകരിച്ച് പോളിംഗ് പെർസെൻറ്റേജ് കൂടുന്നു എന്ന കണക്കുകൾ കൂടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ ചില സൂചകങ്ങളാകാം. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിൽ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾക്ക് ഒപ്പം തന്നെ ഈ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം രാഷ്ട്രീയമായി ഒക്കെ തന്നെ അല്ലെങ്കിൽ വോട്ടെടുപ്പിനായി ആക്കാൻ കഴിഞ്ഞു മുന്നണികൾക്ക് എന്നുള്ളതിന്റെ സൂചകങ്ങൾ കൂടിയാണ് ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് ടൗൺ മേഖലയെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി വരുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ വളരെ വ്യക്തമായ ചില സൂചനകൾ നൽകുന്നു കൂടി ഉണ്ടാകും. അത്തരം സൂചനകളൊക്കെ വായിച്ചെടുക്കാനുള്ള ഒരു മണിക്കൂറുകൾ കൂടി ആയിരിക്കും ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെർസെൻറ്റേജ് 80ലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അതിനൊപ്പം ഈ വോട്ടർമാരുടെ 28.71 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കൂടിയാണ് പറഞ്ഞത്. ഇത് സൗമ്യ ഒരു കണക്കിൽ വളരെ നിർണായകമാണ്. കാരണം എന്താ അറിയോ, ഈ കേരളത്തെ സംബന്ധിച്ച് 50,000-നോ അല്ലെങ്കിൽ ആ രീതിയിൽ പെർസെൻറ്റേജിൽ ഭൂരിപക്ഷം കിട്ടുന്ന 5 ഇടങ്ങൾ, 5 മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം 1000 മുതൽ 5000, 500 ഈ റേഞ്ചിൽ ഭൂരിപക്ഷം കിട്ടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ വോട്ടർമാർ വളരെ നിർണായകമാകുക. ഇവിടെ മറ്റു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സൈബർ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നണികൾ സജീവമാക്കിയതിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. ഈ പുതിയ വോട്ടർമാരെ ലക്ഷ്യമിടുക എന്നുള്ളതാണ്. ഈ 28.71% കൂടി പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്തിയാൽ ഇത്തവണ 80-നപ്പുറത്തേക്ക് ഒരുപക്ഷെ കേരളം മഷി പുരളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അത് ആർക്ക് നിർണായകമാകും, ആർക്കാണ് കൂടുതൽ ആത്മവിശ്വാസം നൽകുക എന്നതടക്കമുള്ള ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികളടക്കം വളരെ ഗൗരവമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും കൂട്ടിക്കിഴിക്കലുകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ ഇപ്പോൾ തന്നെ വിവിധ മുന്നണികൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് 140 മണ്ഡലങ്ങളിലേക്കും കറുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 1203 സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്തുള്ളത്. ഇവരിൽ ആരായിരിക്കും നമ്മളെ ഭരിക്കുക എന്ന് നിശ്ചയിക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തു നിന്നുള്ള വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് നമ്മോടൊപ്പം ചേർന്നുണ്ട്. സാലി, എങ്ങനെയാണ് അവിടുത്തെ ഒരു ഏറ്റവും പുതിയൊരു പെർസെൻറ്റേജ്, എങ്ങനെയാണ് ഇത് തരുന്ന സൂചകങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തെ ഈ ഒരു സമയത്തെ ഒരു പോളിംഗ് ട്രെൻഡ് അനുസരിച്ച് കൂടി പരിശോധിച്ച് നോക്കിയാൽ സാലി. സൗമ്യ, ഇപ്പോൾ 66.5 4 മണിയുടെക്ക് ശേഷം നൽകിയ കണക്ക്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം നേരിയ കുറവുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന മുറയ്ക്ക് മാത്രമേ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം നൽകാനാവൂ. എന്നാൽ എറണാകുളം ജില്ലയിലുള്ള വിവിധ മണ്ഡലങ്ങൾ തിരിച്ച് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് കിഴക്കൻ മേഖലയിലാണ്. നഗര പ്രാന്ത മേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ, എറണാകുളം, കൊച്ചി തുടങ്ങിയ മണ്ഡലങ്ങളിൽ
കാര്യമായ പോളിംഗ് ഇല്ല എന്നൊരു സവിശേഷ സാഹചര്യമുണ്ട്. രാവിലെ കനത്ത തോതിൽ മഴ പെയ്തതാവാം ഒരു പക്ഷേ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ നിന്ന് അകറ്റിയത് എന്ന് പറയാം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ നഗര ബൂത്തുകളിലൊക്കെയും ആളുകൾ വലിയ തോതിൽ വരികയും പോളിംഗ് ശതമാനം നേരിയ തോതിൽ മാത്രം ഉയരുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കളമശ്ശേരിയിൽ 64% പിന്നിട്ടിരിക്കുന്നു പോളിംഗ്. അതിന് തൊട്ടടുത്ത് തന്നെ കുന്നത്തുനാട് മണ്ഡലവുമുണ്ട്. ഒപ്പം തന്നെ കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലും ഉയർന്ന തോതിലുള്ള പോളിംഗ് കാണപ്പെടുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിലൊക്കെയും വലിയ തോതിൽ പോളിംഗ് ഉയരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗര സ്വഭാവമുള്ള മണ്ഡലത്തിൽ അവിടുത്തെ വോട്ടർമാർ പതിവ് പോലെ തന്നെ വോട്ടിങ്ങിൽ നിന്ന് കാര്യമായി വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിലൊന്നായിരുന്നു കൊച്ചി. അന്ന് 64% കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇക്കുറിയും അതേപോലെ തന്നെ കൊച്ചിയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും 3 മണിക്ക് ലഭിച്ച കണക്കനുസരിച്ച് 50 മാത്രമാണ് കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെടുത്തിയിരിക്കുന്ന വോട്ടുകൾ. അതായത് ഇക്കുറിയും കൊച്ചിയും എറണാകുളം നഗര നിയമസഭാ മണ്ഡലവും ഒക്കെ കുറഞ്ഞ പോളിംഗ് ആയിരിക്കാം ഒരുപക്ഷെ രേഖപ്പെടുത്തുക. പൊതുവിൽ എറണാകുളം ജില്ല പരിശോധിച്ചാൽ മലയോര മേഖലകളും വലിയ തോതിൽ പോളിംഗിലേക്ക് സംസ്ഥാനത്തിൻ്റെ ശരാശരിക്ക് അടുത്തെത്താൻ തന്നെ സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ എറണാകുളം ജില്ല സംസ്ഥാന ശരാശരിയിലും താഴെയാകാനാണ് സാധ്യത. സാലി, ഒരു കാര്യം, ഈ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ 2 സ്റ്റാർ മണ്ഡലങ്ങളാണല്ലോ തൃക്കാക്കരയും ഒപ്പം തൃപ്പൂണിത്തുറയും. സാലി പറഞ്ഞ ഈ നഗരപരിധിക്കുള്ളിൽ വരുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്ന മേഖലകളാണോ ഇത്? ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ്? അരുൺ, തൃക്കാക്കരയിൽ നമുക്ക് 3 മണിക്ക് ലഭിച്ച കണക്ക് 51%. തൃപ്പൂണിത്തുറയിൽ 49%. പക്ഷേ അതിനുശേഷം 1 മണിക്കൂർ ശേഷമുള്ള അപ്ഡേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമേ കൃത്യമായി എത്ര പോളിംഗ് ശതമാനത്തിലേക്ക് ഈ മണ്ഡലങ്ങളിൽ എത്താൻ കഴിയും. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയായി തൃക്കാക്കരയും തൃപ്പൂണിത്തുറയൊക്കെ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ്. വിവരങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസമാകാം ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ഇപ്പോൾ പറയാൻ കാരണം. ഏതായാലും വളരെ ഉയർന്ന നിലയിലേക്ക് തന്നെ, ഒരുപക്ഷെ സംസ്ഥാന ശരാശരിയുടെ ഉയർന്ന നിലയിലേക്ക് തന്നെ ഈ തൃപ്പൂണിത്തുറയിലും തൃക്കാക്കരയിലും പോകാനാണ് സാധ്യത. കാരണം തൃപ്പൂണിത്തുറയുടെ മത്സരത്തിൻ്റെ സ്വഭാവം നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ കെ ബാബുവിനെതിരെ സ്വരാജ് മത്സരിക്കുകയും 3ാം മുന്നണി NDA RSS സൈദ്ധാന്തികനായ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയൊക്കെ KR വിശ്വംഭരനെ RSS സൈദ്ധാന്തികനെ മത്സരിപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ വലിയ പോരാട്ടമാണ് ആ മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ഒരു പക്ഷേ സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനിയുള്ള 1 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ, 1 മണിക്കൂറും കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും കൂടുതൽ ആളുകളുടെ ക്യൂ പല ഇടങ്ങളിലും പല ബൂത്തുകളിലും കാണാനാകുന്നതെന്നാണ് അറിയുന്നത്. ഏറ്റവും പുതിയ നില അനുസരിച്ച് 67.5 സംസ്ഥാനത്ത് ഉടനീളമുള്ള പോളിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്നു എന്ന സൂചനകൾ പല ഭാഗത്തും ഉണ്ട്. ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പോളിംഗ് പെർസെന്റേജ് കൂടുന്നു. 1.25 മണിക്കൂറിനുള്ളിൽ 75% മറികടക്കാൻ സാധിക്കുമോ എന്നാണ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നീണ്ട ഒരു ക്യൂ ഇനിയിപ്പോൾ ഉള്ള ഒരു സമയം വളരെ നിർണായകമാണ് പല ഭാഗങ്ങളിലും. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് എത്തിച്ചേരും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 75% എന്നത് മറികടക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. 67.5% വോട്ടർമാർ സമ്മതിദാനാവകാശം ഇതുവരെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കൂറിലേറെയാണ് ഇനി അവശേഷിക്കുന്നത്. കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും പോളിംഗ് പെർസെന്റേജ് പലയിടത്തും വർദ്ധിക്കുമ്പോൾ പൊതുവായ ഒരു കണക്കുകളിലേക്ക് കൂടി പോയാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ഷാജഹാൻ, വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങളിലുള്ള 9 മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പെർസെന്റേജ് എങ്ങനെയാണ് ഷാജി? സൗമ്യ, ഏറ്റവും ഒടുവിൽ അതായത് 4 മണിക്ക് കിട്ടിയ നമ്മളുടെ ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചേർത്തലയാണ്. നമുക്കറിയാം BDJSന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ചേർത്തല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല ഇടതുപക്ഷത്തിനും നല്ല ശക്തമായ വോട്ടർമാരുള്ളൊരു സ്ഥലം കൂടിയാണ് ചേർത്തല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവിടെ 73% പെർസെൻറ്റേജാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, ശതമാനം വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 67% ആലപ്പുഴയിൽ നടന്നിട്ടുണ്ട്. അരൂരിൽ 68.8% വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ 63.4%. കുട്ടനാട് 65.5%, ഹരിപ്പാട് 67.7%, കായംകുളം 69%, മാവേലിക്കര 64.3%, ചെങ്ങന്നൂർ 63.1%. ഇത്തരത്തിൽ
വളരെ ശക്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് നിലവാരമാണ് നമുക്ക് മണ്ഡലത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. തീരദേശ മേഖലയും കുട്ടനാടും ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ മഴ, നേരിയ തോതിലുള്ള മഴ അനുഭവപ്പെട്ടതൊഴിച്ചാൽ ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഓരോ ബൂത്തിലും പോളിംഗ് നടക്കുന്നത്. നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്ങന്നൂരും വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. ചെങ്ങന്നൂർ നമുക്കറിയാം, നേരത്തെ UDFൻ്റെ ഒരു സീറ്റായിരുന്നു അത്. ഇത്തവണ PS ശ്രീധരൻപിള്ള കൂടി രംഗത്ത് വന്നതോടുകൂടി ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ശോഭന ജോർജും മത്സരരംഗത്തുണ്ട്. ഇത്തരത്തിൽ വളരെ വാശിയേറിയ ഒരു മത്സരം ചെങ്ങന്നൂരിൽ നടക്കുന്നുണ്ട്. അവിടെ ഇത്തവണ ഇടതുപക്ഷത്തിന് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പുകൾ വെച്ച് പുലർത്തുന്നത്. കുട്ടനാടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. 3 പേരും, അതായത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് ഹരിപ്പാട് മണ്ഡലം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് മണ്ഡലത്തിലും നല്ല രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാൻ, അതായത് LDF സ്ഥാനാർത്ഥി പരിചയപ്പെട്ടു വരാൻ കുറച്ച് സമയമെടുത്തുവെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഹരിപ്പാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികച്ചും സമാധാനപരമായിട്ടുള്ള മത്സരങ്ങളാണ് ജില്ലയിലുടനീളം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 80%-ലധികം പോളിംഗ് നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണയും നല്ല രീതിയിലുള്ളൊരു പോളിംഗ് ശതമാനമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. കായംകുളം മണ്ഡലത്തിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മാവേലിക്കര, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, അതോടൊപ്പം തന്നെ അരൂർ മണ്ഡലങ്ങളൊക്കെ തന്നെ സുരക്ഷിത മണ്ഡലങ്ങളെന്നാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇടതുപക്ഷത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. സൗമ്യ, ഇവിടെ ഷാജി സൂചിപ്പിച്ച വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. അതിന് അനുബന്ധമായി പറയേണ്ടത് കൂടിയാണ്. കാരണം ഈ വളരെ ശക്തമായ വലതുകാറ്റ് വീശുമ്പോഴും ഇടതിനൊപ്പം ഉറച്ചു നിന്നിരുന്നൊരു മേഖല കൂടിയാണ് ആലപ്പുഴ. അവിടെയാണ് ഇത്തവണ ഷാജി സൂചിപ്പിച്ചതുപോലെ BDJSന്റെ സാധ്യത എങ്ങനെയാണെന്ന് അവർ തന്നെ അവകാശപ്പെടുക എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു ചോദ്യം ഇത്തവണ ഉയരുക. ഏതായാലും നമുക്ക് മറ്റു മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി വളരെ വേഗം തിരികെ എത്താം. 67.5% എത്തി നിൽക്കുന്നു ഇതുവരെയുള്ള വോട്ടിംഗ് പെർസെന്റേജ്. പല ജില്ലകളിലായി തിരിച്ചുള്ള വോട്ടിംഗ് പെർസെന്റേജ് നമ്മളുടെ മുകളിലത്തെ സ്ക്രോളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ മണ്ഡലങ്ങൾ 140 മണ്ഡലങ്ങളിലെയും വിശദമായ വിവരങ്ങൾ വോട്ടിംഗ് പെർസെന്റേജ് ആണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള 2,60,19,282 വോട്ടർമാരിൽ 67.5% പേരാണ് ഇതുവരെ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള 1 മണിക്കൂർ, 5 മണിയോട് അടുക്കുകയാണ്. 1 മണിക്കൂർ ഇനി സുപ്രധാനമാണ്. 6 മണി വരെയാണ് വോട്ടിംഗ് സമയമെങ്കിലും 6 മണി വരെ ക്യൂവിൽ നിൽക്കുന്നവർക്കെല്ലാം വോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 140 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. 1203 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. കനത്ത ഒരു പോരാട്ടം തന്നെ നടക്കുന്നു എന്ന സൂചനകൾ ആദ്യം മുതൽക്കേ തന്നെ വളരെ കൃത്യമായി തന്നെ ദൃശ്യമായിക്കൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പോളിംഗിന് രാജ്യം ഉടനീളം ഉറ്റുനോക്കുന്ന വലിയ പ്രാധാന്യം കൂടിയാണ് ഉള്ളത്. ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള അഴിമതി വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട, ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ കോളിളക്കങ്ങൾക്ക് കാരണമാകുകയും മന്ത്രിമാരുടെ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കേരളം അഭിമുഖീകരിക്കുന്നത്. ഇതിന്റെ അലയൊലികൾ സൂചിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും കനത്ത പോളിംഗ് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള മലയോര മേഖലയായാലും മത്സ്യ മേഖലയായാലും തീരദേശ മേഖലയായാലും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു കനത്ത പോളിംഗ് ഒക്കെ തന്നെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ ഒരു നിലപാടിനെ കൂടി വ്യക്തമാക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക. ഏതായാലും പോളിംഗ് പെർസെന്റേജ് കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ തന്നെയും മുമ്പിലേക്ക് എത്തുമോ എന്ന സൂചനകളൊക്കെ ഇനി അറിയാൻ ഒരു പെർസെന്റേജ് ഇപ്പോൾ 80 ആണല്ലോ സൗമ്യ, സ്വാഭാവികമായും ഒരു ഫിഗർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ 2006 75% എന്നാൽ കഴിഞ്ഞ തവണ അതിൽ കൂടുതലായി. ഇത്തവണ സ്വാഭാവികമായി അത് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം വോട്ടർമാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയുടെ പേരിൽ ആണെങ്കിലോ മറ്റോ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ആ മാജിക്കൽ ഫിഗറിലേക്ക് സ്വാഭാവികമായും എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 75% കടക്കും എന്ന് തന്നെയാണ് നിലവിൽ ഏറെക്കുറെ കരുതുകയും ചെയ്യുന്നത്. എന്തായാലും 75% നിലവിൽ എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും
ഓരോ മേഖലകളെയും പ്രത്യേകം തിരിച്ചു പറയുമ്പോൾ കണ്ണൂർ ഒക്കെ ആദ്യ ഘട്ടത്തിൽ മന്ദഗതിയിൽ നിന്നിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വലിയ തരത്തിലേക്ക് ഒരു പോളിംഗ് ശതമാനം കുതിച്ചുയർന്ന സാഹചര്യമാണ് ഉണ്ടായത്. പതിവ് തെറ്റിച്ചില്ല. തിരുവനന്തപുരവും പത്തനംതിട്ടയും ഇത്തവണയും പോളിംഗ് ശതമാനത്തിൽ മന്ദഗതിയിലാണ് ഉണ്ടായിരുന്നത്. പൊതുവെ വോട്ട് ചെയ്യാൻ പിശുക്ക് കാണിക്കാറുണ്ട് തലസ്ഥാന ജില്ലക്കാർ, തിരുവനന്തപുരം എന്ന് പറയാറുണ്ട്. 80 തിരുവനന്തപുരം ഇത്തവണയും പെർസെൻറ്റേജ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നിലവിൽ 80 എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ സൂചികയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. പക്ഷേ പത്തനംതിട്ട തുടക്കത്തിൽ അല്പം മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം വലിയ തരത്തിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് കുതിച്ചു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുമപ്പുറം പുതിയ വോട്ടർമാർ കൂടി ഭാഗവാക്കാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ മാജിക്കൽ ഫിഗറിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മറ്റ് ജില്ലകളുടെ പോളിംഗ് പെർസെൻറ്റേജ് വിവരങ്ങളിലേക്ക് തിരിച്ചു വരാം.